മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. 23/3/2026 ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. 21/4/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അന്ന് വൈകുന്നേരം വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. പിന്നെ ഏത് വീഡിയോ നമ്മൾ ചെയ്യുമ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് അപേക്ഷിക്കാനുള്ള ലിങ്കും നോട്ടിഫിക്കേഷനും ഡെഫിനറ്റായിട്ട് ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് അപേക്ഷിക്കുന്നവരാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അപേക്ഷിക്കുന്നവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. താഴെയോ മുകളിലോ ഇടയിലോ എവിടെയെങ്കിലും അപ്ലൈ നൗ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. ഓഫ്ലൈൻ ആകുമ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്ന ലിങ്ക് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് അവിടെ ഉണ്ടാകും. ഇതിന് അപേക്ഷിക്കേണ്ട ലിങ്കും നോട്ടിഫിക്കേഷനും താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 7 ഒഴിവുകളാണ് കേട്ടോ ഉള്ളത്. ജനറൽ 4, അതുപോലെ തന്നെ ST 2, EWS 1. അപ്പം പലർക്കും സംശയം വരും, OBCക്ക് അപേക്ഷിക്കാൻ പറ്റുമോ, SCക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നൊരു സംശയം വരും. അങ്ങനെ ഒരു വേക്കൻസി ഇവിടെ റിസർവ് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ അർത്ഥം ബാക്കി എല്ലാവരും ജനറൽ ആയിട്ട് പരിഗണിക്കും. ഈ 4 ഒഴിവിൽ OBC ആണെങ്കിലും അതുപോലെ തന്നെ SC ആണെങ്കിലും എല്ലാവർക്കും അപേക്ഷിക്കാം. പക്ഷെ അവർക്ക് റിസർവേഷൻ നൽകി മാർക്കിൻ്റെ കട്ട് ഓഫ് കാര്യത്തിൽ കുറവ് അതൊന്നും ലഭിക്കത്തില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ST EWS അവർക്കത് ലഭിക്കും. ബാക്കിയുള്ള എല്ലാവരും ജനറൽ ആയിട്ടായിരിക്കും പരിഗണിക്കുക. എല്ലാവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇത് ഓൾ ഇന്ത്യ റിക്രൂട്ട്മെൻ്റ് ആണ്, അതും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. 18 to 25 വയസ്സ് വരെയുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക. 18,000 ബേസിക് ശമ്പളമായിട്ട് പറഞ്ഞിട്ടുള്ളത്. 18,000 എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് അലവൻസ് ഒക്കെ ഉണ്ടാകും. ഒരുപാട് അലവൻസ് ലഭിക്കുമ്പോൾ നല്ലൊരു ശമ്പളം തന്നെ വലുതെന്ന് പറയല്ല, നല്ലൊരു ശമ്പളം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 56,900 വരെയൊക്കെ എന്ത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത്. സത്യത്തിൽ വലിയൊരു ശമ്പളം തന്നെയാണ് നമുക്ക്. സോ എന്തായാലും ഇതാണ് പേ സ്കെയിൽ എന്ന് പറയുന്നത്. ലെവൽ 1 ആണ് പേ സ്കെയിൽ. 10ാം ക്ലാസ് മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യത. ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായാൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും. ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിവിധ ജോലി, അതിൻ്റെ ജോബ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പോട്ടേക്ക് പറഞ്ഞു തരാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ജോബ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഓഫീസ് മെയിൻ്റനൻസ് കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും നമുക്ക് പ്രധാനമായിട്ടും വരുന്നത്. കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടിയാണ്. അപ്പോൾ ഫീമെയിൽസ് അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇപ്പോൾ ST വിഭാഗത്തിന് 5 വർഷം, അതായത് 25 വയസ്സാണെങ്കിൽ 30 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, ST വിഭാഗത്തിലേക്കുള്ളവർക്ക് റിസർവേഷൻ ഉണ്ട് എന്ന് കരുതി SC വിഭാഗത്തിന് 25 വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ, അവർക്ക് റിസർവേഷൻ എന്ന് പറയുന്നൊരു സംഭവം ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. റിസർവേഷൻ ഓൺലി ഉള്ളത് എന്താണ്, STക്കാണ്. അപ്പം ബാക്കിയുള്ളവരൊക്കെ ജനറൽ ആയിട്ടായിരിക്കും, ജനറൽ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പോൾ അവർ ജനറലിൻ്റെ ക്രൈറ്റീരിയ എന്താണോ അത് അവർക്ക് ബാധകമായിട്ടുണ്ടാകും. OBC ആണെങ്കിലും എന്താണെങ്കിലും അവർക്ക് അതേ ബാധകമാകത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ST വിഭാഗത്തിന് അപേക്ഷിക്കുന്ന സമയത്ത് 5 വർഷം റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് സംവരണം, അതായത് അവിടെ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവർക്ക് വേണ്ടി മാത്രമായിട്ടൊന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് വേക്കൻസി കുറവാണ്, കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, ഓൾ ഇന്ത്യ വേക്കൻസിയാണ്. അതുപോലെ തന്നെ എന്താണ്, ഫീസും ഉണ്ട്. 500 രൂപ ഫീസ് വരുന്നുണ്ട്. അപ്പോൾ അപേക്ഷകരെ കുറക്കാൻ വേണ്ടി തന്നെ ആയിരിക്കാം ഇതെന്ന് നമുക്ക് അനുമാനിക്കാം. ഞാനങ്ങനെ ഉറപ്പ് പറയില്ല, മേ ബി അതിനായിരിക്കാം. നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള 500 രൂപ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 500 രൂപ നമ്മൾ ഇതിന് അപേക്ഷിക്കുമ്പോൾ ഫീസായിട്ട് അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. 500 രൂപയാണ്, 500 റുപ്പീസാണ് ഫീസ് വരുന്നത്. അത് കൃത്യമായിട്ട് അടക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ പ്രത്യേകം പറയാനുള്ളൊരു കാര്യം, വുമൺസ് ആവട്ടെ, ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യത്തിൽ. വുമൺസ് കൃത്യമായി പറഞ്ഞാൽ വുമണ്, SC ST അതുപോലെ തന്നെ PWD, എക്സ് സർവീസ്മാൻ ഇവർക്കൊന്നും ഫീസ് ഇല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ പറ്റും. താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും 500 രൂപ ഫീസ് ഉണ്ട്. ഈ പറയുന്ന കാറ്റഗറിക്ക് മാത്രമേ ഫീസ് ഇല്ലാതെ ഉള്ളൂ കേട്ടോ. STക്ക് ഫീസ് ഇവിടെ വരുന്നില്ല. ST വിഭാഗത്തിന് അപേക്ഷിക്കാം, ഞാൻ പറഞ്ഞിരുന്നു, അപേക്ഷിക്കാൻ സാധിക്കും. റിസർവേഷൻ ഇല്ലാന്നേ ഉള്ളൂ, ഫീസും വരുന്നില്ല. സോ ഇത് എക്സാമിൻ്റെ പാറ്റേൺ ആണ് കേട്ടോ. ജനറൽ ഇൻ്റലിജൻസ്, പിന്നെ മാത്സ്, പിന്നെ GK, ഇംഗ്ലീഷ്, ഇതാണ് നമുക്ക് എക്സാമിന് വരുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അപേക്ഷിക്കേണ്ട ലിങ്ക്, പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് എല്ലാം താഴെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. CSIR-ലേക്കാണ് കേട്ടോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മിനറൽസ് ആൻഡ് മെറ്റൽസ് ടെക്നോളജിയിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒഡീഷയിലെ ഭുവനേശ്വറിലാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അവിടെയായിരിക്കും നമുക്ക് ജോബും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ലൊരു അവസരം തന്നെയാണ്. സോ താല്പര്യമുള്ളവരിലേക്ക് പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള അപ്ഡേറ്റ് കൃത്യമായി ലഭിക്കാൻ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പം 10ാം ക്ലാസ്സാണ് യോഗ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടാകുക. CBT ബേസിലുള്ള നമ്മുടെ OMR ടെസ്റ്റിലുള്ള ഒരു റിട്ടേൺ എക്സാമിനേഷനാണ്. 150 ചോദ്യം ഉണ്ടാകും. 2 മണിക്കൂറിൻ്റെ പരീക്ഷയായിരിക്കും. അതുപോലെ തന്നെ 10ാം ക്ലാസ് മാത്രമാണ്, 10ാം ക്ലാസ് യോഗ്യത ആയതുകൊണ്ട് 10ാം ക്ലാസ് ലെവലിലുള്ള പരീക്ഷയായിരിക്കും നമുക്ക് ലഭിക്കുക. ഒരു ചോദ്യത്തിന് ഏകദേശം 3 മാർക്ക് ലഭിക്കും. ഒന്ന് തെറ്റിയാൽ ഏകദേശം 1 മാർക്ക് നമുക്ക് നഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും ചോദ്യം ഉണ്ടാകുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 21 ഏപ്രിൽ 2026 ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റിന് മുൻപാകെ അപേക്ഷിക്കുക. ബാക്കിയുള്ള അപ്ഡേറ്റും ഇതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. മെൻ ആൻഡ് വുമൺ എല്ലാവർക്കും അപേക്ഷിക്കാനും സാധിക്കും.